ജ്യൂസ് ജാക്കിംഗ്. എന്താണ് ജ്യൂസ് ജാക്കിംഗ്? ഇതിപ്പോഴത്തെ ജ്യൂസ് ആയിട്ടുള്ള ആ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പം വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പം ഞാനിന്ന് വന്നത് ഒരു സൈബർ സെക്യൂരിറ്റി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ടെക് വീഡിയോകളും സൈബർ സെക്യൂരിറ്റി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ലൈക്കിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ഷെയറാണ്. ഇങ്ങനത്തെ തട്ടിപ്പുകളിൽ നിങ്ങൾ ചെന്ന് പെടരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ പറ്റി കഴിഞ്ഞിട്ട് എനിക്ക് കോൾ വരുമ്പോൾ എനിക്ക് വിഷമമാണ്. എൻ്റെ വീഡിയോ എന്താണ് ആൾക്കാർ ആരും കാണാത്തത്. കാരണം എനിഡെസ്ക് മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം 10 വീഡിയോൻ്റെ ഉള്ളിൽ എൻ്റെ വീഡിയോ ഉണ്ട്. അതിൽ ഞാൻ മാത്രമേ നമ്പർ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, എനിക്ക് കോൾസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കണോണ്ട് തന്നെ ഇങ്ങനത്തെ ജ്യൂസ് ജാക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ജ്യൂസ് ജാക്കിങ്? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ജ്യൂസ് ജാക്കിങ് നിങ്ങൾക്കൊരു ഫെമിലിയർ അല്ലാത്തൊരു പേരായിരിക്കാം. എന്താണ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാൻ ജ്യൂസും, ജാക്കിങ് പറഞ്ഞാൽ ഹൈജാക്കിങ് പോലെ ഒരു പേര് അറിയാം. നമ്മുടെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് നമ്മുടെ ഫോണിൽ കരുതുന്നതാണ്. ഈവൻ ബാങ്ക് ട്രാൻസാക്ഷൻസ്, ബാങ്കിലെ നമ്മുടെ ക്യാഷ് ഫ്ലോസ് എല്ലാം നമ്മുടെ ഫോണിലാണ് ഇന്ന് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഫോൺ ഒരാൾ ഹാക്ക് ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള അസറ്റ്സും ക്യാഷും ഒക്കെ എന്ത് ചെയ്യാം, നഷ്ടപ്പെടാം. ഈ ജ്യൂസ് ജാക്കിംഗ് എന്ന് പറഞ്ഞ ടേം തന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് അതിലേക്ക് മാൽവെയർ ഇൻജെക്ട് ചെയ്തിട്ട് നമ്മുടെ ക്യാഷും അസറ്റ്സും ഒക്കെ അടിച്ചു മാറ്റുക എന്നുള്ള രീതി. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജ്യൂസ് ജാക്കിങ്ങിന് ഫസ്റ്റായിട്ട് തന്നെ ഇവർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണ് ഒരു ചാർജിങ് പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഫിഷിങ്, അതായത് നമുക്കറിയാം നമുക്ക് പല സ്ഥലത്തും ഫോൺ ചാർജ് ഇല്ലാണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ ഇതിപ്പോൾ 5000 mAh ആയതുകൊണ്ട് ഉണ്ട് ബാറ്ററി. പക്ഷേ എന്താ, ഇതിലിപ്പോഴും 30% ഉള്ളൂ ബാറ്ററി. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എവിടെ നിന്നെങ്കിലും ഫോൺ ചാർജ് ചെയ്യണം. എന്ത് ചെയ്യും, നമ്മൾ അടുത്തുള്ള ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഷോപ്പിൽ ഉള്ള ഈ കാണുന്ന പോലത്തെ USB പോർട്ടിൽ കണക്ട് ചെയ്തിട്ടൊക്കെ ചാർജ് ചെയ്യും. കണ്ടോ ചാർജിങ് സ്റ്റേഷൻസ്. ഇങ്ങനത്തെ ചാർജിങ് സ്റ്റേഷനിലെ പ്ലഗിൽ ഒരു പ്രോഗ്രാം ചെയ്ത ചിപ്പ് വെച്ചിട്ട് നമ്മുടെ ഫോണിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുത്തി ഒരു മാൽവെയർ ഇൻജെക്ട് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റയും ക്യാഷും എല്ലാവരും അടിച്ചു മാറ്റും. അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സാധാരണ നമ്മുടെ പ്ലഗ് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ പ്ലഗ് പോയിന്റ്സ് യൂസ് ചെയ്യുക. അല്ലാണ്ട് നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്യുന്ന പോർട്ടുകൾ അത് ഒരു കാരണവശാലും USB പോർട്ടിൽ കണക്ട് ചെയ്തത്. അവിടെയാണ് എല്ലാ മാളുകാരെയും എല്ലാ ഷോപ്പുകളിലെയും ഞാൻ കുറ്റം പറയില്ല, ചില ക്രൂക്കഡ് മൈൻഡ് ആയിട്ടുള്ള മാളുകളിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സംഭവം. ഈ മാളുകളല്ല, അവരുടെ സ്റ്റാഫുകൾ ചെയ്യുന്നു. മാള് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോണ് അവർക്ക് ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കുറച്ച് ക്യാഷ് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോടുള്ളൊരു മാളിൽ നിന്ന് അവർ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ അവിടുത്തെ വൈഫൈ യൂസ് ചെയ്ത് ഇവളുടെ ക്യാഷ് പോയി. ഇതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞത് ജ്യൂസ് ജാക്കിംഗ് എന്ന് പറഞ്ഞത് സിമ്പിളാണ്. അതായത് നമ്മളൊരു നമ്മുടെ ഫോണ് ചാർജ് ചെയ്യാനായിട്ട് ഒരു USB കണക്ട് ചെയ്യാവുന്ന നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ പവർ ബാങ്ക്സ്, അതേപോലെ തന്നെ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡിലൊക്കെ USB പോർട്ട്സ് ഉണ്ടാവും. അതേപോലെയുള്ള 2 USB പോർട്ട്സ് അവിടെ വെക്കും. നമ്മൾ അതിൽ കണക്ട് ചെയ്യുമ്പോൾ അതിലൊരു പ്രോഗ്രാം നമ്മുടെ ഫോണിൽ കയറി. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യണം, അങ്ങനത്തെ ഒരു പോർട്ടേ ഉള്ളൂ വെച്ചാൽ നിങ്ങളുടെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ 99% ഹാക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ഫോൺ ഇൻ കേസ് അല്ല നമുക്ക് കണക്ട് ചെയ്യണം പറഞ്ഞിട്ട് കണക്ട് ചെയ്തിട്ട് ഡാറ്റ പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൈസ പോയാൽ പോയത് തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ ബാക്കി ഡാറ്റാസും എന്ത് ചെയ്യണം, സേഫ് ആക്കണം. അതിനെന്ത് ചെയ്യണം, ഫോണ് ഫോർമാറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ഹാക്കിംഗ് നടന്നു എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോണ് ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ജ്യൂസ് ജാക്കിംഗ് മനസ്സിലായല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.